ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കടല കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. ഇപ്പോൾ കടല ഒരുപാട് കിട്ടുന്നുണ്ടാവും കിറ്റ് വഴിയൊക്കെ. അപ്പോൾ പല രീതിയിൽ കടലക്കറിയൊക്കെ വെച്ച് മടുത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് അമ്മ തയ്യാറാക്കി എടുക്കുന്ന രീതിയാണ്. നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിക്കും ചോറിനും അപ്പത്തിനൊക്കെ നല്ല കോമ്പിനേഷനാണ്. ചൂട് ചായയോടൊപ്പം വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. തയ്യാറാക്കി എടുക്കാൻ കുറച്ച് ചേരുവകളും മതി. വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് കടല വെള്ളത്തിൽ 7 മുതൽ 8 മണിക്കൂർ വരെ കുതിർത്തി എടുത്തതാണിത്. ഞാൻ എടുത്തിരിക്കുന്ന 1 കപ്പ് 240 ml ആണ്. ഇനി ഈ കടല നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. കഴുകി വൃത്തിയാക്കിയ കടല കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 മീഡിയം സൈസ് സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. 4 വെളുത്തുള്ളി, 1 ഇഞ്ച് കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി കുറച്ച് വെള്ളം. കടല കുതിർത്തെടുത്തതാണ്, അതുകൊണ്ട് അധികം വെള്ളം വേണ്ട. കടലയുടെ നിരപ്പിന് വെള്ളം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചാൽ മതി. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഞാനിപ്പം 3 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കുകയാണ്. വിസിലിൻ്റെ എണ്ണം നിങ്ങളുടെ കുക്കർ അനുസരിച്ചിരിക്കും. ചില കുക്കറിലൊക്കെ ആണെങ്കിൽ 1 വിസിലൊക്കെ ഇടുമ്പോൾ തന്നെ വെന്ത് കിട്ടും. വെന്ത് ഉടഞ്ഞു പോവരുത്. അപ്പോൾ ഇതാ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. കടല വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ വെന്ത് വരണം. ഇനി ഒരു പാനിലോട്ട് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി എടുക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടി വരണം. 3 വറ്റൽമുളക് 2ആയിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. 1 തണ്ട് കറിവേപ്പില. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. തീ ഒന്ന് നന്നായിട്ട് കുറച്ചിടുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. സാദാ മുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം കേട്ടോ. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. 1 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തീ വേണമെങ്കിൽ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പൊടി കരിഞ്ഞു പോവരുത്. പൊടിയുടെ പച്ചമണം മാറി വരുമ്പോഴേക്ക് നമുക്കിതിലോട്ട് കടല വേവിച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഉപ്പ് നോക്കുക. പുളിക്ക് വേണ്ടിയിട്ട് ഇതിലോട്ട് 1 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പുളിക്ക് വേണമെങ്കിൽ വിനാഗിരി ഒഴിവാക്കിയിട്ട് തക്കാളി ചേർക്കാം. അപ്പോൾ കടല വേവിക്കുന്ന സമയത്ത് തന്നെ തക്കാളി കൂടെ ചേർത്തിട്ട് വേവിച്ചെടുത്താൽ മതി. ഒരു വലിയ തക്കാളി ചേർക്കുക. ഇനി ഇത് നമ്മൾ നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇതാ വറ്റി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർക്കുക. ലാസ്റ്റായിട്ട് നമുക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കാം. 1 നുള്ളു പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ നമ്മുടെ കടല വരട്ടിയെടുത്തത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റുള്ള കറിയാണ്. പുട്ടിനും ദോശയ്ക്കും ചോറിനും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് നോൺ വെജ് ഒക്കെ കിട്ടാൻ പാടായിരിക്കും. അപ്പോൾ തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പീസിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.